we were discussing about the PV diagram. Now, so PV diagram, x-axis is volume, y-axis is pressure, and I have explained the stages: suction, compression, delivery stroke. So now the compression is occurring through three thermodynamic processes. That is what we are discussing about. So now the three slopes shown here, or the three curves shown here, represents the three thermodynamic processes. This is PV is equal to C. Within the process, this is isothermal process. PV raised to N is equal to C. It's a polytropic process, and PV raised to gamma equal to C is the adiabatic process. Now, if you look at this one carefully, work done നമുക്കറിയാം, നമുക്ക് പണ്ട് മുതൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ PV ഡയഗ്രത്തിൽ വർക്ക് ഡൺ ഇൻ എ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ആണ് അല്ലേ? This is work done per cycle. So now if you look at the graph carefully, least work done നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ഏതിലാണ് നമുക്ക് ഏറ്റവും കുറവ് വർക്ക് ഡൺ കിട്ടുന്നത്? ഏറ്റവും കുറവ് വർക്ക് ഡൺ ഏതിലാണ് കിട്ടുന്നത്? ഏതിലാണ് കിട്ടുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ഏറ്റവും കുറവ് വർക്ക് ഡൺ നമുക്ക് ഏതിലാണ് കിട്ടുക? ഏതിലാണ് ഏറ്റവും കുറവ് വർക്ക് ഡൺ കിട്ടുന്നത്? ഹലോ, ഐസോതെർമൽ. എങ്ങനെ, എന്തുകൊണ്ടാണ് ഐസോതെർമൽ എന്ന് പറയാൻ കാരണം? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോട്ടെ, ഒന്ന് എക്സ്പ്ലെയിൻ. ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ്. ഐസോതെർമലിന് കർവ് കൂടുതൽ. ഓക്കെ, വെരി ഗുഡ്. ഏരിയ അണ്ടർ ദ കർവ് ഫോർ ഐസോതെർമലിന് ഏറ്റവും കുറവാണ്. കൂടുതൽ നല്ല ഏറ്റവും കുറവാണ് അല്ലേ? കുറവല്ലേ? സർ. ഓക്കെ, ഈ വർക്ക് ഡൺ പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോൾ ഇൻ എ PV ഡയഗ്രാം നമ്മൾ ഈ വർക്ക് ഡൺ ബേസിക്കലി ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ y ആക്സിസ്, നോട്ട് വിത്ത് ദ വോളിയം ആക്സിസ്. പ്രഷർ ആക്സിസുമായിട്ടാണ് നമ്മൾ നോക്കുക. കാരണം 3-4 എന്ന് പറഞ്ഞ ഈ ലൈൻ വരുന്നത് y ആക്സിസിലാണ് അല്ലെ? സോ നമ്മളുടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം ഇഫ് യു ടേക്ക് ദിസ് കർവ് 4-1-2-3 അല്ലെങ്കിൽ 4-1-2-3-4 അല്ലെങ്കിൽ 4-1-2-3-4, it should be based on the pressure axis ആണ്. That means work done എന്ന് പറഞ്ഞാൽ basically work done is equal to integral of VdP ആണ്. Integral of VdP ആണ്. Change in volume with respect to the pressure ആണ്. It is not integral PdV. ഇതല്ല, it is integral VdP. ഓക്കെ, അത് ഓൾവേസ് മനസ്സിൽ വെക്കുക. PdV വർക്ക് ഡൺ നമ്മൾ എടുക്കലുണ്ട്, VdP വർക്ക് ഡൺ നിങ്ങൾ പണ്ടെടുത്തിട്ടുണ്ടാവും, രണ്ടും എടുത്തിട്ടുണ്ടാവും. സോ ഈ കേസിൽ വി ഹാവ് ടു ലുക്ക് ഫ്രം ദ ബേസിസ് ഓഫ് പ്രഷർ ആക്സിസ്. സോ VdP ആണ് ഇന്റഗ്രൽ ഓഫ് VdP ആണ് വർക്ക് ഡൺ ആയിട്ട് വരും. ഇന്റഗ്രൽ ഫ്രം വാട്ട് ലിമിറ്റ് ടു വാട്ട് ലിമിറ്റ്? From initial pressure P1 to the increased pressure P2. So integral over P1 to P2 VdP ആണ് നമ്മുടെ വർക്ക് ഡൺ. ക്ലിയർ ആണെന്നുണ്ടോ? And since for an air compressor, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുത്തിട്ട് ചെയ്യിക്കുന്ന സാധനമാണ് കംപ്രഷൻ. സോ വർക്ക് എനർജി സ്പെൻഡ് ചെയ്യുന്നത് ഒരു പ്രൈം മൂവർ ആയിട്ടുള്ള IC എഞ്ചിനോ മോട്ടറിൽ നിന്നോ പവർ എടുത്തിട്ട് the crank is being rotated
and hence piston is reciprocating. That means we are giving power to the system so that it can do the work. ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്രഷനാണ്. സോ വർക്ക് സ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുമല്ലേ, ഇങ്ങോട്ട് കിട്ടുന്നത് കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണ്. സോ ഏറ്റവും കുറവ് വർക്ക് ചെലവാകുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. ചിലപ്പോൾ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ എങ്ങാനും വരാം. എക്സ്പ്ലെയിൻ ദ PV ഡയഗ്രാം ഫോർ ഓൾ ദ സൈക്കിൾസ് ഫോർ എ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. ഓൾ ദ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തെർമോഡൈനാമിക് പ്രോസസ്സിലൂടെ കംപ്രഷൻ നടക്കുമെന്നുള്ളത്. അതിലൊരു സബ് ക്വസ്റ്റൻ കൂടി ഉണ്ടാവാം. In which thermodynamic process does the work done remain minimum? Minimum work done ഏതിലാണ് ഉണ്ടാവുക? That is for an isothermal process. Is it clear? Yes, sir. Yes, sir. Okay. ഇനി നമുക്ക് ബേസിക്കലി വർക്ക് ഡൺ എന്താണെന്നുള്ള കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, വാട്ട് വിൽ ഡു ഈസ് obtain the relations for work done. ഏതെങ്കിലും ഒരു സൈക്കിളിന്റെ ഞാനിപ്പം കോമൺ ആയിട്ട് ഞാൻ കാണിച്ചു തരും. യു ഹാവ് ടു ഫോളോ ദ സെയിം പ്രൊസീജിയർ ഫോർ ഓൾ ദ 3 അതർ പ്രോസസ് ഓൾസോ. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ കംപ്രഷനിലാണ് വർക്ക് ഡൺ സംഭവിക്കുന്നത്. സോ ആ കംപ്രഷൻ നടക്കുന്നത് 3 തെർമോഡൈനാമിക് പ്രോസസ്സിലൂടെയും നടക്കും. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കാണിച്ചില്ല. അത് ബാക്കി 2 നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. റിമൈനിങ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഇൻവേസ്റ്റ് എല്ലാവരും ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ, WD എന്ന് പറഞ്ഞ വർക്ക് ഡൺ ആണ് പെർ സൈക്കിൾ. per cycle to compress the air in a single stage reciprocating air compressor. RAC എന്ന് പറഞ്ഞാൽ reciprocating air compressor ആണ് ഞാൻ എഴുതുന്നത്. Without clearance volume. Without clearance volume. Okay. Expression for work done to compress the air in a single stage reciprocating air compressor without clearance volume. ഇതിൽ തന്നെ without clearance volume when the compression process is when the compression process is 3 stages. Next one, let me take it as polytropic. Second one, reversible adiabatic. Reversible adiabatic one, isentropic. Third one, isothermal. Fundamental case. Okay, and we have to find out the expression for work done per cycle, work done in a cycle, run per cycle, to compress the air in a single stage reciprocating air compressor without clearance volume. With clearance volume, first we will consider the cylinder without clearance volume. When the compression process is 3 സ്റ്റേജിലുള്ള compression process നടക്കുന്നുണ്ട്, അല്ലെ 3 സ്റ്റേജിലൂടെയും നടക്കാം. 3 സ്റ്റേജ് അല്ല, 3 പ്രോസസ്സിലൂടെ ആ എയറിനെ കംപ്രസ് ചെയ്യാം. സോ വാട്ട് ആർ ദോസ് 3 പ്രോസസ്സസ്? പോളിട്രോപ്പിക്, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക്, തേർഡ് വൺ ഐസോതെർമൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കേസ് 1 ആയിട്ട് നമുക്ക് എടുക്കാം. ലെറ്റ് മീ ടേക്ക് കേസ് 1. ഓക്കെ, കേസ് 1 പോളിട്രോപ്പിക്. സീ വാട്ട് യു ഹാവ് ടു ഡു ഈസ് പോളിട്രോപ്പിക് ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നു, സെയിം കൺസെപ്റ്റ് ആണ് നിങ്ങൾ എന്തിലെടുക്കേണ്ടത്. ബാക്കി എല്ലാത്തിനും സെയിം, ഫോളോ ദ സെയിം പ്രൊസീജിയർ ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് വിത്ത് യു നൗ. ഓക്കെ, പോളിട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? PV കോൺസ്റ്റന്റ് ആണ് പോളിട്രോപ്പിക്. സോ കേസ് ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എഴുതിയോ? Sir.
നമുക്ക് നോക്കാം കേസ് 1 എങ്ങനെയാണ് നോക്കാം. പി വി ഡയഗ്രം. ഓക്കെ, 4 ആണ്, 1 2 3. ദിസ് ഈസ് സക്ഷൻ, ദിസ് ഈസ് കംപ്രഷൻ, ദിസ് ഈസ് ഡെലിവറി. സോ ഈ സ്റ്റേജിലുള്ള പ്രഷർ P1 തന്നെയാണ്, ഈ സ്റ്റേജിലുള്ള പ്രഷർ P2 തന്നെയാണ്. ഓക്കെ, ഈ പ്രോസസ്സിൽ PV raised to n equal to constant. This is our work done per cycle, area under the curve. ഇതാണ് ഫസ്റ്റ് കേസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈ ആക്സിസ് പ്രഷർ, എക്സ് ആക്സിസ് വോളിയം, PV ഡയഗ്രം ആണ്. സോ ദിസ് ഫിഗർ എന്താണ്? ദിസ് ഈസ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രം. ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രം അല്ലെങ്കിൽ PV ഡയഗ്രം. PV diagram of what? Single stage, single acting reciprocating air compressor without clearance volume. Okay, ഇതെന്താണ്? PV diagram for a single stage, single acting reciprocating air compressor without clearance volume. അതിന്റെയാണ്. ക്ലിയറൻസ് വോളിയം ഉണ്ടെങ്കിൽ അത് PV ഡയഗ്രത്തിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതെങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം ആണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് ഇത്? ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ എ സിംഗിൾ സ്റ്റേജ്, സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? Yes, sir. Okay, now ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി വാട്ട് ഈസ് വർക്ക് ഡൺ? ഷെയ്ഡഡ് ഏരിയ ആണ് അല്ലേ? Shaded area is the work done per cycle. So this is equal to what? ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ എങ്ങനെ എടുക്കണ്ടേ? ഇന്റഗ്രൽ P1 to P2 VdP. ഇതാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. ഇന്റഗ്രൽ P1 to P2 VdP. Equation 1. Okay. Now for compression process, if we apply, നമ്മൾ പോളിട്രോപ്പിക് ആണ്. കേസ് 1 പോളിട്രോപ്പിക് ആണ് നോക്കുന്നത്. PV raised to n equals to പോളിട്രോപ്പിക്. അതിന്റെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ കംപ്രഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 to 2 ആണ്. സ്റ്റേജസ് 1 to 2 ആണ്. So if we apply the polytropic process for stages 1 to 2, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? P1 V1 raised to n is equal to C is equal to P2 V2 raised to n. This is the general formation PV raised to n. അല്ലേ? P1 V1 raised to n equal to P2 V2 raised to n equal to C, which is the general formation as PV raised to n. This is equation number 2. ഞാൻ പറയുന്ന മനസ്സിലാക്കണേ. Now PV raised to n equal to C നമുക്കറിയാം. അങ്ങനെയെങ്കിൽ V raised to n എന്താണ്? C by P ആണ്. അല്ലേ? That means V should be equal to C by P raised to 1 by n. If it is like this, നമുക്ക് equation number 1 in the work done per cycle എങ്ങനെ എഴുതാം? Now work done per cycle can be written as what? Integral P1 to P2 VdP ആണ്. VdP ക്ക് വരാൻ നമുക്ക് എഴുതാം C by P raised to 1 by n dP.
Then I can rewrite it as C constant. So C raised to 1 by n integral P1 to P2. I can write P raised to minus 1 by n. 1 by P raised to 1 by n ആണ് വരിക. സോ അത് P raised to minus 1 by n വരും. ഇത് ക്ലിയർ അല്ല എഴുതിയത്? Yes, sir. ഏതെങ്കിലും സ്റ്റേജിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെറിവേഷൻ. കാരണം ഇതേ പ്രൊസീജിയറാണ് നിങ്ങൾ മറ്റും രണ്ട് പ്രോസസ്സിനും ഫോളോ ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പെട്ടെന്ന് എഴുതണം. ഇതെങ്ങനെ കിട്ടിയത്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ ഓഫ് വി ഇൻ ഇക്വേഷൻ നമ്പർ 1. വാല്യൂ ഓഫ് വി ഇക്വേഷൻ നമ്പർ 1 ഇടുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് റിട്ടേൺ പെർ സൈക്കിൾ. എഴുതിയോ? എഴുതി നിങ്ങൾ? Yes, sir. സോ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാട്ട് കാൻ ഐ റൈറ്റ്? ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇനി ഈക്വൽ ടു തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതുന്നുണ്ട്. 0 is to 1 by n പുറത്തുണ്ട്. ബ്രാക്കറ്റിൽ എന്ത് വരും? P raised to minus 1 by n. ഇന്റഗ്രൽ ആണ്. P raised to minus 1 by n plus 1 divided by minus 1 by n plus 1. അല്ലേ? Within the limits P1 to P2. ഇങ്ങനെയല്ലേ വരുവാ? അല്ലേ? Sir. So again, working per cycle എന്താ? C raised to 1 by n ബ്രാക്കറ്റിൽ P raised to 1 minus 1 by n divided by 1 minus 1 by n. The limits P1 to P2. I'm going to complete rearrangements ആണ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കാൻ പോകുന്നത്. Okay. This can be again rewritten as P raised to n minus 1 by n divided by n minus 1 by n. The limits P1 to P2. Full rearrangement ആണ് ചെയ്യുന്നത്. ഏതെങ്കിലും സ്റ്റേജിൽ സംശയം, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, സംശയം വരുന്നില്ല ചോദിക്കാനുള്ളൂ. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഈ n minus 1 by n ഞാൻ പുറത്തെടുക്കണം. ഇതിന് പുറത്തെടുക്കാൻ എന്ത് കിട്ടും? n by n minus 1. n minus 1 by n പുറത്തേക്ക് എടുക്കുന്ന n by n minus 1. Multiplied by 0 is to 1 by n. Bracket എന്ത് വരും? I am going to apply the limits. P raised to n minus n minus 1 by n ആണുള്ളത്. അവിടെ I am going to apply the limits. So it will be P2 raised to n minus 1 by n minus P1 raised to n minus 1 by n. Now I'm going to take C inside the bracket. So this will be n by n minus 1 multiplied by bracket ഉള്ളിൽ കൊണ്ടുവരും 0 raised to 1 by n into P2 raised to n minus 1 by n minus
c raised to 1 by n multiplied by p1 raised to n minus 1 by n. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതണം. എന്നാൽ എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. വളരെ സിമ്പിൾ ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് വാസ് സി? സി വാസ് ഈക്വൽ ടു പി വി റേസ്റ്റ് ഉണ്ട് അല്ലേ? സോ സി നമുക്ക് എങ്ങനെ എഴുതാം? പി ടു വി ടു റേസ്റ്റ് എൻ എന്ന് എഴുതാം, പി വൺ വി വൺ റേസ്റ്റ് എൻ എന്ന് എഴുതാം. രണ്ട് രീതിയിലും സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ പി ടുവിന്റെ കൂടെയുള്ള ഈ സീന് ഞാൻ പി ടു വി ടു റേസ്റ്റ് എൻ എന്ന് കൊടുക്കാൻ പോകുന്നതാണ്. പി വണ്ണിന്റെ കൂടെ വരുന്ന ഈ സി റേസ്റ്റ് 1 by n ഞാൻ പി വൺ വി വൺ റേസ്റ്റ് എൻ ഹോൾ റേസ്റ്റ് 1 by n എന്ന് കൊടുക്കാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സി. ഓക്കെ, ഇതില് ഈ സി ടേം ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നതാണ്. So if I substitute these values for multiplied by P2 V2 whole raised to 1 by n multiplied by P2 raised to n minus 1 by n minus of P1 V1 raised to 1 by n multiplied by 1 P1 raised to n minus 1 by n. I just substituted values for C. C raised to 1 by n, C raised to 1 by n ആയിരുന്നു. ഇവിടെ P2 ന്റെ കൂടെ വരുന്ന C ആയതുകൊണ്ട് ഞാൻ P2 V2 raised to 1 by n എടുത്തു. ഇവിടെ C raised to 1 by n is coming along with P1. So I substituted for C as P1 V1. So ഇവിടെ ഒരു n ഉണ്ട്. P2 V2 raised to n whole raised to 1 by n. P1 V1 raised to n whole raised to 1 by n. Make that V2 raised to n, V1 raised to n ആക്കണം. So these changes. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. P2 V2 raised to n whole raised to 1 by n എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ 1 by n ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എന്ത് വരും? P2 raised to 1 by n into V2 വരും അല്ലെ? V2 raised to n into 1 by n എന്ന് പറഞ്ഞാൽ n n ക്യാൻസൽ ആവും, V2 മാത്രം വരും. സോ ഇതിനെ റീറൈറ്റ് ചെയ്താൽ n by n minus 1 multiplied by ബ്രാക്കറ്റിനുള്ളിൽ എന്താ വരിക? P2 raised to 1 by n multiplied by V2 വരും. V2 raised to n എല്ലാം പോയി into ഈ ടേം P2 raised to n minus 1 by n minus of same thing that I am going to elaborate here also. ഇവിടെ P1 raised to 1 by n വരും, ഇവിടെ V1 വരും, remaining P1 raised to n minus 1 by n. Again, if I rewrite n by n minus 1 multiplied by ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും? P2 raised to 1 by n ഉണ്ട്, P2 raised to n minus 1 by n ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 1 by n plus P2 raised to 1 by n plus n minus 1 by n multiplied by V2 minus of ഇവിടെ എന്ത് വരും? P1 raised to 1 by n plus n minus 1 by n multiplied by V1. P2 ന്റെ ടേമിനെ ഒന്നാക്കി, P1 ന്റെ ടേമിനെ ഒന്നാക്കി. So I'll obtain work done per cycle as n by n minus 1 multiplied by ഇവിടെ എന്താ വരിക? ബാക്കി ഈ എക്സ്പോണന്റ് ക്യാൻസൽ ആയി പോലെ 1 plus n minus 1 വരും, 1 ഉം 1 ഉം പോകും, n by n വരും, ഒരു P2 V2 minus
എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡെക്സ് ആണ്. വാട്ട് ഈസ് എൻ? ഇൻഡെക്സ് ഓഫ് കംപ്രഷൻ ആണ് എൻ. ഇതിനുള്ള യൂണിറ്റ് എന്താ വരിക? ജൂൾ ആണ് വരും അല്ലെ. പ്രൊവൈഡഡ് പ്രഷർ ഈസ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, പാസ്കലിലും വോളിയം ഈസ് ഇൻ മീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ദ യൂണിറ്റ് ഹിയർ വിൽ ബി ജൂൾ. പ്രഷർ പാസ്കലിലും അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലും വോളിയം മീറ്റർ ക്യൂബിലുമാണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ജൂൾ വരും. എൻ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് കംപ്രഷൻ ആണ്, മറക്കരുത്. N is index of compression. എഴുതുന്നില്ല ഇത്? എഴുതിയാണ്? എഴുതിയത്? Yes, sir. Yes, sir. ഈ ഇക്വേഷൻ ഒന്ന് നോക്ക്. നമുക്ക് നമ്മളുടെ പണ്ടത്തെ ഇക്വേഷൻ ഉണ്ട്, മറ്റേ ഇനേർട്ട് ഗ്യാസസിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. P1 V1 is equal to mR T1. പഠിച്ചില്ലേ? P is equal to mR T. Similarly P2 V2 is equal to mR T2 എന്നും പഠിച്ചിട്ടില്ലേ? If you substitute this one for equation number 1, നമുക്ക് work done per cycle വീണ്ടും റീറൈറ്റ് ചെയ്ത് work done per cycle is equal to n by n minus 1 multiplied by P2 ന്റെ സ്ഥാനത്ത് mR T2 വരും. P1 ന്റെ സ്ഥാനത്ത് mR T1 വരും. അതിൽ mR കോമൺ എടുത്താൽ mR into P2 minus T1. So work done per cycle പ്രഷറിന്റെ ബേസിലും ടെമ്പറേച്ചറിന്റെ ബേസിലുമാണ് എഴുതിയത്. ഇതേ വർക്ക് ഡൺ പെർ സൈക്കിളിനാണ് നമുക്ക് ഇനി വീണ്ടും എഴുതാനുണ്ട്. വർക്ക് ഡൺ പെർ സൈക്കിൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ. പ്രഷർ റേഷ്യോ മനസ്സിലായി. അതായത് പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ P2/P1. ഓക്കെ, അതിന് നമുക്ക് ഗാമ പി നോക്കാം. ദാറ്റ് ബി പ്രഷർ റേഷ്യോ. ഈ വർക്ക് ഡൺ പെർ സൈക്കിളിന് പ്രഷർ റേഷ്യോയുടെ ടേംസ് നമുക്ക് എഴുതാൻ. നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ ഇക്വേഷൻ നമ്പർ 1 നേരത്തെ നമ്മൾ എഴുതിയ n/n-1 into P2 V2 minus P1 V1, P2 V2 minus P1 V1. ആ ഇക്വേഷന് P1 V1 പുറത്തെടുക്കുന്നില്ല. അതായത് നമുക്ക് നേരത്തെ അറിയാം, വർക്ക് ഡൺ പെർ സൈക്കിളിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. n/n-1 multiplied by P2 V2 minus P1 V1. ഇതിൽ if you bring out P1 V1 outside, n-1 multiplied by P1 V1 പുറത്തേക്ക് എടുക്കാം, ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? അത് you have to divide throughout by P1 V1. P2 V2 by P1 V1 minus 1. And if you take out P1 V1 outside, okay, ഈ ഇക്വേഷനിൽ just keep this equation in mind. ഇനി ഇവിടെ നമുക്കറിയാം P1 V1 raised to n is equal to P2 V2. അങ്ങനെയാണെങ്കിൽ P1 by P2 എന്താവും? P1 by P2 is equal to V2 by V1 raised to n വരും. That means V2 by V1 will be equal to what? P1 by P2 raised to 1 by n. This will be equal to P2 by P1 raised to minus 1 by n. മനസ്സിലാവുന്നല്ലേ പറയുന്നത്? ഈ P2
ബൈ P1 raised to -1/n എന്നുള്ളതിന് ഞാൻ എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ടു ഹിയർ. ഇവിടെ ഉണ്ട് P2 by P1 ഇവിടെ ഉണ്ട്. സോ ഇത് P2 by P1 multiplied by P2 by P1 raised to -1/n വരും. So if we substitute it in that format, ആ ഫോർമാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ again work done per cycle എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് n by n minus 1 multiplied by പുറത്തുള്ള P1 V1, ഓക്കെ, ബ്രാക്കറ്റിനുള്ളിൽ P2 by P1 multiplied by ഇവിടെ വീണ്ടും P2 by P1 whole raised to -1/n minus 1. Okay, so this is equal to n by n minus 1 multiplied by P1 V1 bracket ഉള്ളിൽ എന്ത് വരും? P2 by P1 raised to 1 minus 1/n വരും. P2 by P1 whole raised to 1 minus 1/n minus 1 വരും. ഈ P2 by P1 whole raised to 1 minus 1/n നമുക്ക് എങ്ങനെ എഴുതാം? n minus 1/n എന്ന് എഴുതാം. 1 minus 1/n വരും. 1 minus 1/n n minus 1/n എന്ന് എഴുതാം. That is equation number 3. This is equation for work done in terms of pressure ratio. Pressure ratio in terms of equation ആണ് work done per cycle. ഇതിനെ വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാം. Work done per cycle is equal to n divided by n minus 1 into P1 V1 എന്ന് പറഞ്ഞാൽ mR P1 എഴുതുന്നു multiplied by P2 by P1 raised to n minus 1/n minus 1. Equation number 4. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വർക്ക് ഡൺ പെർ സൈക്കിളിന്റെ ഇക്വേഷൻസ് ആണ്. 1 2 3 4 ഡിഫറെന്റ് ഇക്വേഷൻസ് ഓഫ് വർക്ക് ഡൺ പെർ സൈക്കിൾ കിട്ടി. ഈ വർക്ക് ഡൺ പെർ സൈക്കിൾ നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആക്കാൻ പറ്റണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. വർക്ക് ഡൺ പെർ സൈക്കിൾ ഈ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയാം. സോ work done per second cycle work done per second ആക്കിയിരിക്കുന്നത് ചെയ്യണം. work done per cycle multiplied by number of cycles per second. എത്ര ചെയ്യും? നമുക്ക് work done per cycle എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സൈക്കിൾ ആണ്. work done per cycle യൂണിറ്റ് ജൂൾ പെർ സൈക്കിൾ ആണ്. multiplied by cycles per second. So cycles cancel ആയി പോയാൽ ഇതെന്താവും? ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ട്. സോ ഇൻഡിക്കേറ്റഡ് പവർ ആണ് പറയാനുള്ള കാരണം യൂണിറ്റ് നമുക്ക് വാട്ട് ആയിട്ട് കിട്ടും. ഈ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഉണ്ടല്ലോ, ഞാൻ ഈ ഇക്വേഷൻ മാറ്റുന്നില്ല. എഴുതിയില്ല നിങ്ങൾ? എഴുതിയതല്ലേ? Yes, sir. Number of cycles per second for single stage, single acting, single cylinder reciprocating pump. Single acting in n/60 ആയിരുന്നു number of cycles per second. പക്ഷെ ഡബിൾ ആക്ടിംഗ് ആണെങ്കിൽ അത് 2n/60 ആയിരുന്നു. ഇത് ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒറ്റ സിലിണ്ടർ ഉള്ള റെസിപ്രോക്കേറ്റിംഗ് പമ്പിനാണ്. സിംഗിൾ സിലിണ്ടർ കോമൺ ആണ്. ഇത് സിംഗിൾ ആക്ടിംഗ് സിംഗിൾ സിലിണ്ടർ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ, ഇത് ഡബിൾ ആക്ടിംഗ് സിംഗിൾ സിലിണ്ടർ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. ഇനി
ഇത് സിംഗിൾ ആക്ടിങ് മൾട്ടി സിലിണ്ടർ, ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എന്നിന് എന്ത് ചെയ്തത്, നമ്പർ ഓഫ് സിലിണ്ടേഴ്സിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും ഡബിൾ ആക്ടിങ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂ കിട്ടും. So I hope this topic is clear. N/60 എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ സിംഗിൾ ആക്ടിങ് സിംഗിൾ സിലിണ്ടർ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. നമ്പർ ഓഫ് സൈക്കിൾസ് 2n/60 ആകുന്നപ്പോഴാണ് ഡബിൾ ആക്ടിങ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ. മൾട്ടി സിലിണ്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ് കിട്ടും. ക്ലിയർ അല്ലേ ഇത്രയും കാര്യം? ഹലോ? Yes. ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അറ്റൻഡൻസിൽ നേരത്തെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഹലോ? മുഹമ്മദ് സമ ഉണ്ടോ? മുഹമ്മദ് സമ പ്രസന്റ് ആണോ? മുഹമ്മദ് സമ ഇവിടെ കേൾക്കുന്നില്ലേ നിങ്ങള്? സമ പ്രശ്നം എന്താ സാർ?